2025 ഓഗസ്റ്റ് മാസത്തെ ഫലമാണ് പറയാൻ പോകുന്നത്. 2025 ഓഗസ്റ്റ് മാസം 16-ാം തീയതി വരെ ആദിത്യൻ കർക്കടകം രാശിയിലും തുടർന്ന് ചിങ്ങം രാശിയിലുമാണ് സഞ്ചരിക്കുന്നത്. ചൊവ്വ കന്നി രാശിയിലും ബുധൻ കർക്കടകം രാശിയിലുമാണ് ആഗസ്റ്റ് 30 വരെ. ആഗസ്റ്റ് 30-ന് ബുധൻ ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുന്നു. ആഗസ്റ്റ് 10-ന് ബുധൻ്റെ മൗഢ്യവും തീരുകയാണ്. ശുക്രൻ മിഥുനൻ രാശിയിലാണിപ്പോൾ. മാസത്തിൻ്റെ ആദ്യ സമയത്ത് 20-ന് അത് കർക്കടകം രാശിയിലേക്ക് സംക്രമിക്കുന്നതാണ്. വ്യാഴം മിഥുനൻ രാശിയിൽ തിരുവാതിര നക്ഷത്രത്തിലാണ്. ആഗസ്റ്റ് 13-ന് അത് പുണർദത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. ശനി മീനൻ രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലും രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലുമാണ് സഞ്ചരിക്കുന്നത്. ഈ ഗ്രഹനിലയൊക്കെ മുൻനിർത്തി ആഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് പൊതുവായി എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്നതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓഗസ്റ്റ് മാസം തിരുവോണം നക്ഷത്രക്കാർക്ക് സൂര്യൻ 7-ലും 8-ലുമൊക്കെ സഞ്ചരിക്കുന്ന സമയമാണ്. തൊഴിലിലൊക്കെ പുരോഗതി ഉദ്ദേശിക്കുന്ന അത്ര ലഭിക്കണമെന്നില്ല. കാര്യസാധ്യമൊക്കെ അത്ര ഒരു എളുപ്പമായേക്കില്ല. എന്ത് കാര്യത്തിലും രണ്ടാമതൊരു ശ്രമം കൂടിയൊക്കെ നടത്തേണ്ടതായി വന്നേക്കാം. സർക്കാരിൽ നിന്നും ആനുകൂല്യമൊക്കെ ലഭിക്കാനുള്ളവരാണെങ്കിൽ അതിനൊക്കെ അല്പം കാലതാമസം വന്നേക്കാം. അതുപോലെ ബിസിനസ് ആവശ്യത്തിന് എന്തെങ്കിലും ലൈസൻസൊക്കെ ആണെങ്കിൽ അതിനും കാലതാമസം ഉണ്ടാകുന്നതാണ്. ചിലവുകളൊക്കെ അല്പം വർദ്ധിക്കുന്നതാണ്. ചിലവുകളൊക്കെ നിയന്ത്രിച്ചില്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കാൻ സാധ്യതയുണ്ട്. സ്വന്തം കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ തീരുമാനമെടുക്കുന്ന ഒരു സ്ഥിതിയൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം. സമയബന്ധിതമായിട്ടൊക്കെ ചുമതലകളൊക്കെ നിർവഹിക്കുന്നതൊക്കെ അല്പം ബുദ്ധിമുട്ടായും തോന്നാൻ സാധ്യതയുണ്ട്. നേട്ടങ്ങളൊക്കെ ഉണ്ടാകും, എങ്കിലും അവയ്ക്ക് ഉദ്ദേശിക്കുന്ന അത്ര ഒരു തിളക്കം ഉണ്ടായിരിക്കണമെന്നില്ല. വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിച്ച് നടക്കാതെയൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ അവർക്ക് ആ ആഗ്രഹം സാധിക്കുന്നതിനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. എന്ത് കാര്യത്തിനും എന്ത് ബുദ്ധിമുട്ടിനും കുടുംബത്തിൻ്റെ പിന്തുണ നല്ലപോലെ ഉണ്ടാകുന്നതാണ്. കുടുംബത്തിൻ്റെ പിന്തുണ ഏത് പ്രശ്നത്തിൽ നിന്നും കരകയറാനുള്ള കരുത്തൊക്കെ പകരുന്നതാണ്. മക്കളുടെ കാര്യത്തിൽ വിജയമൊക്കെ ഉണ്ടാകുന്നതാണ്. ലവ് റിലേഷനൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് വളരെയധികം നല്ല സമയമാണ്. ഓഗസ്റ്റ് മാസം നിങ്ങൾക്ക് കൂടുതൽ ഗുണഫലങ്ങളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി ശിവക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക. കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക. കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക.